ഹലോ, ഇന്ന് വീട്ടിലെ കുറച്ച് വിശേഷങ്ങളായാലോ. ഇന്ന് ഇവിടുത്തെ അച്ഛനും അമ്മയും അമ്പലത്തിൽ പോയിട്ടോ. അതുകൊണ്ട് ഞാനും എൻ്റെ അനിയത്തിയും മാത്രമേ ഉള്ളേ. ചേട്ടൻ്റെ അനിയൻ്റെ ഭാര്യയാണ്. രാവിലെ തന്നെ ചോറ് വെക്കാനുള്ള അരിയിടാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടോ. പിന്നെ അരി കഴുകിയിട്ട് ഞാൻ അടുപ്പത്തിട്ടേ. കാരണം ചോറ് നേരത്തെ വെന്തില്ലെങ്കിൽ അത് പിന്നെ താമസമായിരിക്കും. രാവിലെ തന്നെ ഞങ്ങളതൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ ഞാനും കുടുംബം പല്ല് തേച്ച് രാവിലെ അപ്പവും കടലക്കറിയുമായിരുന്നേ. പിന്നെ ഞാൻ ഒരു കോഫിയും കുടിച്ച്. പിന്നെ ഇവിടെ അരി ചൂടാറപ്പെട്ടിയിലാണ് വെക്കുന്നത്. പകുതി വേവിച്ചിട്ട് ഞങ്ങൾ ചൂടാറപ്പെട്ടിയിൽ വെച്ചു. അപ്പോഴത്തേക്കും അനിയത്തിയും ചെമ്മീൻ വെക്കാനുള്ള എല്ലാം അരിഞ്ഞു വെച്ചു കേട്ടോ. ഇന്ന് ചെമ്മീൻ മുളകിട്ടതും പിന്നെ റോസ്റ്റും വെക്കാനുള്ള പ്ലാനാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുടുവിനെ കുളിപ്പിച്ചിറക്കി. പിന്നെ ചൂടാറപ്പെട്ടിയിൽ നിന്ന് ചോറെടുത്ത് അടുപ്പത്തിട്ട്. കാരണം ചൂടാറപ്പെട്ടിയിൽ വെച്ചാലുള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഗ്യാസും വിറകുമൊക്കെ ലാഭിക്കാം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ അമ്മ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ഞങ്ങൾ ഫോളോ ചെയ്യുന്നു. പിന്നെ ചോറ് തിളപ്പിച്ചൂറ്റി വെച്ചപ്പോഴത്തേക്കും അനിയത്തി റോസ്റ്റും പിന്നെ ചെമ്മീൻ മുളകിട്ട് വെച്ചതുമൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ ചോറും റെഡി ആയിട്ടുണ്ടേ. പിന്നെ അടുക്കള എല്ലായിടും തൂത്ത് വൃത്തിയാക്കണമായിരുന്നു. അങ്ങനെ എല്ലാം തൂത്ത് വൃത്തിയാക്കി ഒതുക്കി പെറുക്കി ആളെല്ലാം വൃത്തിയാക്കി വെച്ചു. കുടു ഉണ്ടെങ്കിലും കുടുവിനോട് ഞാൻ പറയും കളിപ്പാട്ടമൊക്കെ കളിച്ച് കഴിഞ്ഞാൽ എടുത്ത് വെക്കണമെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് തുണി ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകാനിട്ട്. എന്നും ഈ ജോലിയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. വാഷിംഗ് മെഷീനിലാണ് കഴുകുന്നത്. അപ്പം അതും അങ്ങ് നടക്കുമല്ലോ അതിൻ്റെ കൂടെ. അപ്പോൾ അതും ചെയ്ത് അപ്പോഴത്തേക്കും അടുക്കളയും എല്ലാം ക്ലീനാക്കി വെച്ചോട്ടോ. ഇവിടുത്തെ അമ്മ ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ അത് നമ്മൾ അങ്ങനെ ക്ലീനാക്കിയിട്ട് പിന്നെ കുറച്ച് തുണി ഉണ്ടായിരുന്നു കഴുകി മടക്കാൻ. അപ്പം അതൊക്കെ മടക്കി. അപ്പോൾ എൻ്റെ കൂടെ എപ്പം ഞാൻ തുണി മടക്കിയാലും കുടുവും എൻ്റെ കൂടെ കാണും കേട്ടോ. തുണി മടക്കി എന്നെ ഹെൽപ്പ് ചെയ്യും അവൻ. ആദ്യമൊക്കെ ഞാൻ പറയുമായിരുന്നു. പിന്നെ ഞാൻ പറയും അവൻ തന്നെ, ഞാൻ തുണിയെടുത്തിട്ടാൽ മതി, അവൻ തന്നെ എൻ്റെ അടുത്ത് വന്ന് തുണിയൊക്കെ മടക്കി എന്നെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അവൻ്റെ തുണികളെടുത്ത് മടക്കാനേ ഞാൻ പറയാറുള്ളൂ. അപ്പം അവൻ്റെ തുണി എടുത്തിട്ട് അവൻ തന്നെത്താൻ പറയും ഞാൻ എൻ്റെ തുണികൾ മടക്കിക്കോളാമെന്ന് പറയും കേട്ടോ. അപ്പം ഇതിനു വേണ്ടി മാത്രമല്ല, എപ്പോഴും അവൻ എന്നെ അങ്ങനെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. തുണി മടക്കാനൊക്കെ കണ്ടോ അവൻ ചെയ്യുന്നത്. അവനെപ്പോഴും എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഇപ്പോൾ കളിപ്പാട്ടമാണെങ്കിലും അവൻ കളിച്ചു കഴിഞ്ഞാൽ അതെടുത്ത് ഒതുക്കി വെക്കാൻ ഞാൻ പറയാറുണ്ട്. അവൻ അതുപോലെ കേൾക്കുകയും ചെയ്യും. പിന്നെ തുണിയൊക്കെ മടക്കി വെച്ചു. ഇത് എല്ലാവരുടെയും ഉണ്ട് കേട്ടോ. അത് അപ്പോഴത്തേക്കും അച്ഛനും വന്നു കേട്ടോ. അച്ഛനും അമ്മയും വന്ന് അവർ പൊറോട്ടയും ബീഫ് കറിയും കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു മണി ഒക്കെ ആയായിരുന്നു. അപ്പോൾ പിന്നെ അതിരുന്ന് കഴിച്ചു കഴിഞ്ഞ് എല്ലാം വൃത്തിയായിട്ട് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും തുണി ഓൾമോസ്റ്റ് സെറ്റായിരുന്നു. അത് പിന്നെ വിരിച്ചിടാനുള്ള പണിയിലോട്ട് പോയി. പിന്നെ അതും വിരിച്ചിട്ട് ഞാൻ കുളിച്ചു കേട്ടോ. കുളിച്ച് റെഡിയായി ഒന്ന് സെറ്റായി. ഈ പണിയെല്ലാം കഴിഞ്ഞിട്ടാട്ടോ കുളിച്ചത്. അപ്പോഴേ ഒരു ഇത് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ പിന്നെ അതൊരു ബുദ്ധിമുട്ട് ആയിരിക്കും എനിക്ക് കേട്ടോ. അപ്പോൾ ഞാൻ കുളിച്ച് റെഡിയായി. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ യൂട്യൂബ് ഫസ്റ്റ് ടൈം തുടങ്ങിയോണ്ട് എനിക്കിച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പം അതൊക്കെ ഞാൻ ഒന്ന് എഴുതി വെക്കും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുടുവിൻ്റെ നഖം വെട്ടണം ഉണ്ടായിരുന്നു. അവൻ്റെ മുഖമൊക്കെ മുറിഞ്ഞു കിട്ടും അവൻ്റെ കയ്യിലെ നഖം കൊണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വെട്ടി ക്ലീനാക്കി കൊടുത്തു. അപ്പോൾ അവൻ ഓരോ കൊച്ചു വർത്താനമൊക്കെ പറയുന്നുണ്ട്. അവൻ്റെ ഓരോ കഥകളും കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ ഇടയിൽ പറയുന്നുണ്ടേ. അത് കേട്ടുകൊണ്ട് ഞാൻ ഇങ്ങനെ വെട്ടുക കണ്ടോ. ഓരോന്നിങ്ങനെ എണ്ണിപ്പേർക്ക് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് വേറൊരു പണിയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് രണ്ട് ദിവസം കഴിയുമ്പോൾ ഒരു യാത്രയുണ്ട്. അതിൻ്റെ എനിക്കിഷ്ടമുള്ള ബാഗാട്ടോ ഇത്. നമുക്ക് യാത്രയൊക്കെ പോകുമ്പോൾ അത് നല്ലൊരു ബാഗാണ്.
അത് കഴിഞ്ഞ് ഞാൻ ഡ്രസ്സൊക്കെ അടുക്കി വെച്ചേ. കുടുവും എൻ്റെ കൂടെ ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവന് യാത്ര പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റാണ്. അപ്പം ആ യാത്ര ചെയ്യുന്ന വ്ളോഗൊക്കെ ഞാൻ ഇടാവേ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നെ. അത് കാണണേ. അത് നമ്മളൊരു ഡിവൈൻ ഒരു ഫീലായിരിക്കും കേട്ടോ ആ യാത്ര. ഞങ്ങൾ മൂകാംബികയ്ക്കാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ എല്ലാം അടുക്കി വെച്ച് ഇനി ചേട്ടൻ്റെ കൂടെ ഉള്ളു കേട്ടോ അത് അടുക്കി വെക്കാനായിട്ട്. കുടുവിൻ്റെ എല്ലാം ഞാൻ മടക്കി വെച്ചു. അവൻ തന്നെ എന്നെ ഹെൽപ്പ് ചെയ്യും. ഞാൻ പറഞ്ഞില്ല, എല്ലാം ഇപ്പോൾ ഡ്രസ്സിൻ്റെ മടക്കി വെക്കാനാണെങ്കിലും അവൻ തന്നെ അവൻ്റെ ഡ്രസ്സ് ഇത് മതി അത് മതി എന്നൊക്കെ എന്നോട് പറഞ്ഞ് എല്ലാം അവൻ തന്നെ ആട്ടോ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ ഞാൻ എൻ്റെ ചേട്ടൻ്റെ ഡ്രസ്സൊക്കെ അയൺ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ അയൺ ചെയ്തു. എല്ലാം അയൺ ചെയ്തെടുത്ത് വെച്ചു കേട്ടോ. എന്നിട്ട് എല്ലാം ബാഗിലാക്കി എല്ലാം വൃത്തിയാക്കി വെച്ചു കേട്ടോ. എല്ലാം മടക്കി സെറ്റാക്കി എല്ലാം പാക്ക് ചെയ്ത് പോകാനുള്ള എല്ലാം റെഡിയാക്കി വെച്ചു കേട്ടോ. പിന്നെ എന്താ ഇത് കഴിയുമ്പോൾ ഒരു കുട്ടി ഷോപ്പിംഗ് കൂടെ ഉണ്ട് ഞങ്ങൾക്ക്. ഇനി അമ്പലത്തിലോട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. പോകുന്ന എവിടെയാന്ന് വീഡിയോ ഇടുന്നുണ്ട്, അപ്പോൾ കാണണം കേട്ടോ. അപ്പോൾ ആ ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് ഒരു കുട്ടി ഷോപ്പിംഗ് ആയിരുന്നു. ഞങ്ങൾക്ക് അമ്പലത്തിലേക്ക് ഇടാൻ വേണ്ട ഡ്രസ്സ് മേടിക്കുന്നു. എന്നിട്ട് അതൊക്കെ മേടിച്ച് ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങ് വന്നു കേട്ടോ. എല്ലാ ഡ്രസ്സും ട്രൈ ചെയ്തു. എന്നിട്ട് നിങ്ങൾ ഗസ് ചെയ്യണേ ഞാൻ ഏത് ഡ്രസ്സാണ് എടുത്തതെന്ന് കേട്ടോ. ചുമ്മാ ഒരു ഗസ്. ഇത് 3 ട്രൈ ചെയ്തോളൂ. കാരണം അവസാന നിമിഷമാണ് ഞങ്ങൾ ഈ ഷോപ്പിംഗ് എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിയത് കേട്ടോ. പിന്നെ കുടുവിനുള്ളതൊന്നും അവിടെ ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ അതെല്ലാം ഞങ്ങൾ വേറെ ഷോപ്പിൽ നിന്നാണ് മേടിച്ചത്. പിന്നെ ഒരുപാട് സമയമൊന്നും അവിടെ നിന്നില്ല കേട്ടോ. ഞങ്ങൾ വീട്ടിൽ വന്നിട്ടാണ് ഫുഡൊക്കെ കഴിച്ചത്. ചോറും ചെമ്മീനും ഒക്കെ വീട്ടിൽ വന്നിട്ട് കഴിച്ചു. പിന്നെ ടയേർഡ് ആയതുകൊണ്ട് ഓൾറെഡി കിടന്നു കേട്ടോ. ഞങ്ങളുടെ യാത്രാ വ്ലോഗ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കാണണേ. പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.